ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സിസ്റ്റങ്ങളെക്കുറിച്ചാണ്. ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സിസ്റ്റത്തിൻ്റെ ജനറലായിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സിസ്റ്റം എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ഡീകമ്പോസിഷൻ ഓഫ് solid phase and a solution with a composition different from that of a solid phase is called incongruent melting point. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 കമ്പോണൻ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ 2 കമ്പോണൻ്റ് സിസ്റ്റം സപ്പോസ് എ എന്നും ബി എന്നും പേരുള്ള 2 കമ്പോണൻസ് കൂടിച്ചേർന്നതിന് ശേഷം AB2 എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാവുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാവുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാവുന്നിരിക്കട്ടെ. നമ്മൾ ഇതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം എയുടെയോ ബിയുടെയോ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം ഇത് ഡീകമ്പോസ് ചെയ്ത് മറ്റൊരു വസ്തുവായിട്ട് മാറുന്ന, അതായത് നമ്മൾ നേരത്തെ കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു വസ്തു ഡീകമ്പോസ് ചെയ്തിട്ട് അതേ കോമ്പോസിഷനുള്ള വസ്തുവായിട്ട് തന്നെയാണ് മാറുന്നത്. അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അതേ ഡീകമ്പോസിഷൻ എന്നതിനേക്കാൾ അവിടെ മെൽറ്റ് ചെയ്തതിന് ശേഷം അതേ കോമ്പോസിഷനുള്ള വസ്തുവായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് മെൽറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള വസ്തുവായിട്ട് മാറുന്ന പോയിന്റുകൾ ഉള്ള 2 കമ്പോണൻ്റ് സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് 2 കമ്പോണൻ്റ് സിസ്റ്റംസ് വിത്ത് ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ്. ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. മറ്റേടത്ത് കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഇന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റിനെ വേറൊരു പേരിലും അറിയപ്പെടാറുണ്ട്. കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് അതർവൈസ് നോൺ ആസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന പേരിൽ പറയാറുണ്ട്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നും ഈ കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റിനെ പറയാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് മെറിടെക്റ്റിക് ടെമ്പറേച്ചർ എന്നോ അല്ലെങ്കിൽ പെരിടെക്റ്റിക് ടെമ്പറേച്ചർ എന്നോ സാധാരണഗതിയിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കാറുണ്ട്. മെറിടെക്റ്റിക് അല്ലെങ്കിൽ പെരിടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന പേരിലും ഈ ഒരു പോയിന്റിനെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബൈനറി കമ്പോണൻ്റ് സിസ്റ്റം ഷോയിങ്. 2 കമ്പോണൻ്റ് സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ബൈനറി കമ്പോണൻ്റ് സിസ്റ്റം എന്ന്. ബൈനറി കമ്പോണൻ്റ് സിസ്റ്റം ഷോയിങ് ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഞാനൊരു ജനറൽ ഫേസ് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് എ ജനറൽ ഫേസ് ഡയഗ്രം ഫോർ എ ബൈനറി കമ്പോണൻ്റ് സിസ്റ്റം. ഫേസ് ഡയഗ്രം ഫോർ എ ബൈനറി കമ്പോണൻ്റ് സിസ്റ്റം ഹാവിങ് 2 കമ്പോണൻസ്. ബൈനറി കമ്പോണൻ്റ് സിസ്റ്റംസ് കോമ്പോസിഷനും ടെമ്പറേച്ചറും ഉള്ള അല്ലെങ്കിൽ ഇൻകോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ജനറൽ ഡയഗ്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന എ എന്നും ബി എന്നും പറയുന്ന 2 കമ്പോണൻസിനെ മിക്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. എ എന്നും ബി എന്നും പറയുന്ന 2 കമ്പോണൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു? എ എന്ന് പറയുന്ന കമ്പോണൻറ്റിലേക്ക് ബിയുടെ കോമ്പോസിഷൻ മാറുന്നതിനനുസരിച്ച് എയുടെ ഒരു കോമ്പോസിഷൻ മാറുന്നു. എ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇത് കോമ്പോസിഷൻ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. എയുടെ കമ്പോണൻറ്റ് കുറഞ്ഞു വന്നതിന് ശേഷം സി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തുന്നു. സി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂട്ടറ്റിക് ടെമ്പറേച്ചറാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്ടറ്റിക് ടെമ്പറേച്ചറാണ്. അല്ലെങ്കിൽ നമുക്കതിനെ പറയുന്ന പേരാണ് നമ്മളതിനെ യൂട്ടറ്റിക് കോമ്പോസിഷൻ അല്ലെങ്കിൽ നമുക്കിതൊരു 3 ഫേസസ് ഉള്ള ഒരു സിസ്റ്റമാണെന്ന് പറയാം. ഈ കർവിൻ്റെ പ്രത്യേകത AC എന്ന് പറയുന്ന കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇക്വിലിബ്രിയ ബിറ്റ്വീൻ ദ ലിക്വിഡ് മെൽറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് എയും ലിക്വിഡും തമ്മിലുള്ള മെൽറ്റിൻ്റെ ഇക്വിലിബ്രിയ ബിറ്റ്വീൻ സോളിഡ് എ ആൻഡ് മെൽറ്റ് സൊല്യൂഷൻ്റെയും തമ്മിലുള്ള ഇക്വിലിബ്രിയ
ഏരിയയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് റൂൾ അനുസരിച്ചതിന് ശേഷം അവിടെ നമുക്ക് ഇംപ്രൂവ്ഡ് ഫേസ് റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പുതിയ ഫേസ് റൂൾ അനുസരിച്ച് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു 3 മൈനസ് പി ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. അതൊരു യൂണിവേരിയൻ്റ് സിസ്റ്റം ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിയിൽ നിന്ന് വീണ്ടും കോമ്പോസിഷൻ കൂടുന്നു. വീണ്ടും കോമ്പോസിഷൻ കൂടി പർട്ടിക്കുലർ പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്നു. ആ പർട്ടിക്കുലർ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി എന്ന് പറയുന്നത്. ഡി ഈസ് ആക്ച്വലി this point is D. ഈ പോയിൻ്റാണ് നമ്മുടെ ഡി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഡി? ഡി ഈസ് ദ ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഡി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻവേരിയൻ്റ് സിസ്റ്റം ആണെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റും ഒരു ഇൻവേരിയൻ്റ് സിസ്റ്റം ആയിരിക്കും. ഡി എന്ന് പറയുന്ന പ്രത്യേകത, ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സോളിഡ് എയും അതിൻ്റെ കൂടെ തന്നെ ലിക്വിഡുമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും നമുക്കിവിടെ എയും ബിയും കൂടെ കൂടിച്ചേർന്ന്, തൽക്കാലം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എയും ബിയും കൂടെ കൂടിച്ചേർന്നിട്ട് AB2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഉണ്ടായതെന്ന് നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ സിക്ക് ശേഷം നമുക്ക് അവിടെ എന്തുണ്ടാകുന്നു? കോമ്പൗണ്ട് AB2 ഫോർമേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഈ കർവിന് താഴെ ആ ലിക്വിഡും കോമ്പൗണ്ട് AB2 സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയും കർവിന് മുകളിൽ അല്ലെങ്കിൽ ഈ ഇക്വിലിബ്രിയം കർവിൻ്റെ മുകളിൽ എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ഫേസ് മാത്രമായിരിക്കും. ഈ പോയിന്റിന് താഴെയായിട്ട് നമുക്കുള്ളത് എന്ന് പറയുന്നത് സോളിഡ് എയും മറ്റേ ബിലോ ദിസ് ടെമ്പറേച്ചർ ഇൻ ദിസ് കോമ്പോസിഷൻ സോളിഡ് എ ആൻഡ് കോമ്പൗണ്ട് AB2 പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് AB2 ലിക്വിഡുമുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ലിക്വിഡ് ഇവിടെ വരത്തില്ല, സോളിഡ് എയും കോമ്പൗണ്ട് സോളിഡ് എയും കോമ്പൗണ്ട് AB2 മാത്രം വരുന്ന ഒരു സിസ്റ്റമായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദിസ് പോയിന്റ് ഷുഡ് ബി ദ ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് AB2 നമുക്കിവിടെ ഫോം ചെയ്തു. കോമ്പൗണ്ട് AB2 ഫോം ചെയ്യുകയും കൂടാതെ തന്നെ നമുക്ക് ഒരു ലിക്വിഡ് ഫേസിൽ അത് നിൽക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റൊന്നായിട്ട് ഇതിനെ ഇവിടെ വെച്ചത് ഡീകമ്പോസ് ചെയ്തു. അതായത് ലിക്വിഡ് AB2 മാറിയതിന് ശേഷം മറ്റൊന്നായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് മാറുന്നത്? നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സോളിഡ് ബിയുടെയും കോമ്പൗണ്ട് AB2വിൻ്റെയും ഒരു ഏരിയ ആയിട്ടാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു മേഖല ലിക്വിഡിൻ്റെയും കൂടാതെ തന്നെ സോളിഡ് ബിയുടെയും ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയയും നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 3 ഫേസസ്, അതായത് സോളിഡ് ബി, കോമ്പൗണ്ട് AB2, ഈ ലിക്വിഡ്, ഇത് മൂന്നും തമ്മിലുള്ള ഒരു ഇൻവേരിയൻ്റ് പോയിന്റ് ആയിട്ട് നമ്മളുടെ കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിനെ കണക്കാക്കാനായിട്ടും സാധിക്കും. ദീസ് ആർ ദ മേജർ തിങ്സ്. അതായത് കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഓൾസോ ആൻ ഇൻവേരിയൻ്റ് പോയിന്റ്. ഇതൊരു ഇൻവേരിയൻ്റ് പോയിന്റ് ആണ്. ആൻഡ് ഇൻ ദിസ് പോയിന്റ് ഇവിടെ നമുക്ക് കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൽ ഡീകമ്പോസിഷൻ നടന്നതിന് ശേഷം നമുക്ക് തൽക്കാലം നമ്മൾ അസ്യൂം ചെയ്യുന്നത് സോളിഡ് ബിയുടെ തന്നെ ഒരു ഇതുണ്ടായി എന്നുള്ളതാണ് നമ്മളിവിടെ തൽക്കാലം അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടായി എന്ന് നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. സോ ദാറ്റ് പോയിന്റ് ഷുഡ് ബി ആൻ ഇൻവേരിയൻ്റ് പോയിന്റ്. ദാറ്റ് ഈസ് എഫ് പ്രൈം ഇസ് ഈക്വൽ ടു 3 മൈനസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു ദർ ഈസ് 3 മൈനസ് 3, that is equal to a 0, invariant point ആണെന്ന് കാണാൻ സാധിക്കും. And that point we can say that liquid and compound B, compound അല്ലെങ്കിൽ component B and then component B and compound AB2 are in equilibriumത്തിലാണ് ഇരിക്കുന്ന ഒരു പോയിൻ്റാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. There exist 3 phases. Different kinds of examples are there. ഈ ഒരു ഇത്തരം സിസ്റ്റത്തിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിക്രിക് ആസിഡും ബെൻസീനും തമ്മിലുള്ള ഒരു ഇതെന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഗോൾഡും ആൻറ്റിമണിയും തമ്മിലുള്ളത്, ഗോൾഡ് ആൻഡ് ആൻറ്റിമണി സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിളാണ്. ദെൻ മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം സിസ്റ്റം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. സോഡിയം പൊട്ടാസ്യം സിസ്റ്റം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. നാലാമതെന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിളാണ്. നമുക്ക് ഈ 4 എണ്ണത്തിൽ സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി പഠിക്കേണ്ടുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഇനി സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം നോക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസ് ഡയഗ്രമാണ് നമ്മൾ ആദ്യമേ പരിഗണിക്കേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം.
The sodium sulfate water system എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ദാറ്റ് ഈസ് ഷോയിങ് എ ഇൻകോൺക്ലുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇൻകോൺക്ലുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ഈ സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ഡയഗ്രമാണിത്. അതിന് മുമ്പ് തന്നെ ഇതിനകത്തുള്ള ഫേസസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഫേസസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫേസ് ഒരു സോഡിയം സൾഫേറ്റിൻ്റെ ഒരു വാട്ടറുമായിട്ട് ചേർന്ന സമയത്ത് ഒരു ഡെക്കാഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 10 വാട്ടർ മോളിക്യൂൾസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാകുന്നു. ദെൻ നമുക്കിവിടെ സോഡിയം സൾഫേറ്റിൻ്റെ തന്നെ നമുക്കൊരു ടെട്രാഹൈഡ്രേറ്റ് ഉണ്ടാകും. ഇവിടെ 4H2O ഉള്ള ഒരു സിസ്റ്റം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ അൺഹൈഡ്രസ് സോഡിയം സൾഫേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ സോഡിയം സൾഫേറ്റിൻ്റെ പ്രത്യേകത ഇത് റോംബിക് ഫേസിലുള്ള സോഡിയം സൾഫേറ്റ് ആയിരിക്കും എന്ന് കാണാനായിട്ട് സാധിക്കും. നാലാമത്തതായിട്ട് നമുക്ക് ഒരു മോണോക്ലിനിക് സോഡിയം സൾഫേറ്റ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ഓൾസോ അൺഹൈഡ്രേറ്റ് സിസ്റ്റം. ഒരു അൺഹൈഡ്രേസ് ആയിട്ടുള്ള മോണോക്ലിനിക് അൺഹൈഡ്രേറ്റ് sodium sulfate ഇവിടെ ഉണ്ടാകുന്നുണ്ട്. Then fifth one is there is a formation of there is a ice is also there. ഐസ് ഉണ്ടാകുന്നുണ്ട് അവിടെ, ഐസിൻ്റെ ഒരു ഫേസ് ഉണ്ട്. ദെൻ നമുക്കവിടെ ഒരു ലിക്വിഡ് ഫേസ് ഉണ്ട്. ഇത്രയും ഫേസസ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ വേപ്പർ ഫേസസിനെ തൽക്കാലം ഇവിടെ പരിഗണിക്കുന്നില്ല. ഇത്രയും ഫേസസ് 6 ഫേസസ് ആണ് ശരിക്കും സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ഡയഗ്രം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുൻപേ നമ്മളിവിടെ അതിൻ്റെ ഫേസ് ഡയഗ്രം, സോഡിയം സൾഫേറ്റിൻ്റെ ഫേസ് ഡയഗ്രം നമ്മളിവിടെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വൺ. നമ്മളിവിടെ തൽക്കാലം ഒരെണ്ണം മാത്രം എടുക്കുന്നു. 1 or 2 എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ കോമ്പോസിഷൻ എടുക്കുന്നു. കോമ്പോസിഷൻ ആൻഡ് ഐ ആം ടേക്കിംഗ് temperature in the y-axis. In the x-axis I am taking the composition. Now how will be the phase diagram? ഞാൻ പറഞ്ഞു ആദ്യമേ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് വൺ. നമുക്ക് ഈ ഫേസ് ഡയഗ്രാം ഇത് ഇങ്ങനെ വന്നതിന് ശേഷം it will go up and then it will go like this and then it will go like this and come to this point. Okay, now I am representing the temperature also. This is points also. This is point A, this is point B, and this is point C. This point I am representing as a D. This is E, this is F, this is G. Then I am drawing one metastable system here. This is GH, this is I. And here the temperature should be 0 degrees Celsius. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -1.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ആൻഡ് ദിസ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇതിന് നേർക്ക് ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 32.4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 32.4. ആൻഡ് ഹിയർ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ടെമ്പറേച്ചർ അത് ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. ദാറ്റ് ഈസ് 234 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, 234 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ ഫൈനൽ വൺ ദിസ് ടെമ്പറേച്ചർ ഷുഡ് ബി 365 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, നൗ വാട്ട് ആർ ദ പോയിൻറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ടു ബി കൺസിഡേർഡ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നൗ ഹിയർ ദിസ് വൺ ഇവിടുത്തെ ഓരോ പോയിന്റുകളെ കുറിച്ച് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹിയർ വെൻ ദിസ് ഈസ് ഐസ്, വാട്ടറിൻ്റെ ഐസ് ഫോമിലാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് അറ്റ് പോയിന്റ് എ എന്താണ് നമുക്കിവിടെ ഐസാണുള്ളത്. ഐസിനകത്തേക്ക് നമ്മൾ എന്തിടുന്നു? ഐസിനകത്തേക്ക് നമ്മൾ സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നു. ദിസ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് സോഡിയം സൾഫേറ്റ്. ഇൻക്രീസ് ചെയ്യിക്കുകയാണ് കോമ്പോസിഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുന്നതിനനുസരിച്ച് അറ്റ് കർവ് എ ബി എന്ന് പറയുന്ന സമയത്ത് കർവ് എ ബിക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർവ് എ ബി എന്ന് പറയുന്നത് ആക്ച്വലി ദ മെൽറ്റിംഗ് പോയിന്റ് കർവ് ഓഫ് ഐസാണ് ശരിക്കും
കർവ് എ ബി എന്ന് പറയുന്നത്. ഇത് കുറഞ്ഞ്, അതായത് ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ് -1.3°C നമുക്ക് അതിൻ്റെ അഡീഷൻ കൊണ്ട് -1.3°C വരെ അത് എത്തുന്നു. 1.3°C വരെ ടെമ്പറേച്ചർ എത്തുന്നു. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, വാട്ടറും ഐസും സോഡിയം സൾഫേറ്റും തമ്മിലുള്ള ഐസും സോഡിയം സൾഫേറ്റും തമ്മിലുള്ള മിക്സറാണ്. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം കർവ് റെപ്രസെൻറ്റ്സ് ദ റെപ്രസെൻറ്റ്സ് ദ ഐസ്. ഇവിടെ രണ്ട് ഫേസസിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ ഫേസ് റൂൾ അനുസരിച്ച് ശേഷം, ഇംപ്രൂവ്ഡ് ഫേസ് റൂൾ അനുസരിച്ച് ശേഷം 3-P, അതായത് രണ്ട് ഫേസസ് ഉണ്ട് അവിടെ, 3-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വി ആർ അവോയ്ഡിങ് ദ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിനെ തൽക്കാലം നമുക്കിവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. നൗ വി ആർ ഗോയിങ് ടു ദ കർവ്, അനദർ കർവ് ബി സി എന്ന് പറയുന്ന കർവിലേക്ക് വരികയാണ്. ബി സി എന്ന് പറയുന്ന കർവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഈ കർവ് കുറച്ചും കൂടെ, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടി നമുക്ക് സിയിലെത്തുന്നു. സി എന്ന് പറയുന്നത് 32.4°C, അതായത് റൂം ടെമ്പറേച്ചറിൽ എബോവ്, അല്ലെങ്കിൽ 27°C റൂം ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 32.4°C നമുക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 32.4°C വരെ എത്തുന്ന ബി സി എന്ന് പറയുന്ന കർവിനെ നമുക്ക് എന്തിൻ്റെ കർവാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ശരിക്കും അതെന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റിൻ്റെ ഇക്വിലിബ്രിയം കർവാണ്. ദാറ്റ് ഈസ് ദ സോലബിലിറ്റി കർവ് ഓഫ്, ശരിക്കും അതെന്താണ്, സോലബിലിറ്റി കർവ് ഓഫ് സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റും ശരിക്കും ഇവിടെ എന്തിലാണ് ഇക്വിലിബ്രിയം നടക്കുന്നത്, സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റും കൂടാതെ സോഡിയം സൾഫേറ്റും തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കർവാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം കർവാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കർവിൻ്റെ മുകളിൽ ഭാഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതൊരു സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ്റെ ലിക്വിഡും ഇവിടെ നമുക്ക് സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റും ഫോർമേഷനുമാണ് ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഏരിയയാണ് ഇത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു കർവിനകത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റിൻ്റെ കർവാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ 2 phases are there. So we can say that 3-P is equal to 3-2 is equal to 1. This is a univariate system as we have seen in the curve AB. And now we are coming to the curve CE. നമ്മൾ CDE എന്ന് പറയുന്ന കർവിലേക്കാണ് നമ്മൾ എത്തുന്നത്, കർവ് CE. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ, ദറ്റ് ഈസ് കർവ് സിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അറ്റ് പോയിന്റ് സി എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും, അവിടെ നമുക്ക് ഒരു 32.4°C നമുക്ക് പറയാനായിട്ട് സാധിക്കും, അവിടെ ഒരു ട്രാൻസിഷൻ പോയിന്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ആ ട്രാൻസിഷൻ പോയിന്റ് എന്ന് നമുക്ക് വഴിയെ ഞാൻ പറയാം. ഈ ട്രാൻസിഷൻ പോയിന്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞു, സോഡിയം സൾഫേറ്റിൻ്റെ ഈ ഡെക്കാഹൈഡ്രേറ്റ് മാറിയതിന് ശേഷം സോഡിയം സൾഫേറ്റിൻ്റെ വാട്ടർ എല്ലാം, അതായത് ഇതാണ് ട്രാൻസിഷൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ സോഡിയം സൾഫേറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള വാട്ടർ മോളിക്യൂൾസും മാറിയതിനു ശേഷം സോഡിയം സൾഫേറ്റ് നമുക്ക് എന്തവസ്ഥയിലേക്ക് എത്തും, സോഡിയം സൾഫേറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ റോംബോഹെഡ്രൽ സ്റ്റേജ്. അത് റോംബോഹെഡ്രൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഡെക്കാഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് റോംബോഹെഡ്രൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഈ ഒരു ട്രാൻസിഷൻ പോയിന്റ് സി ആണ് നമ്മൾ ശരിക്കും എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഇതിൻ്റെ ഇൻകോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നമുക്ക് നേരത്തെ കർവിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ അയണിൻ്റെ സിസ്റ്റം എടുത്ത സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ഓരോ സിസ്റ്റം എടുക്കുന്ന സമയത്ത് ജി എന്ന് പറയുന്ന ഒരു കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൽ അവിടെ നമുക്ക് ജി എന്ന് പറയുന്ന കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ എല്ലാം പ്രത്യേകത, ആ കോൺക്രുവൻ്റ് മെൽറ്റിംഗ് പോയിന്റിൽ ഒന്നും തന്നെ നമ്മളുടെ അയണിൻ്റെ ഏത് ഹൈഡ്രേറ്റ് ആണോ ഇരിക്കുന്നത് ആ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ് അത് മെൽറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം മെൽറ്റിൻ്റെ കൂടെ തന്നെ ഹൈഡ്രേറ്റും ഉണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു സിസ്റ്റം എടുക്കുന്ന സമയത്ത് ദിസ് സിസ്റ്റം ദർ ഈസ് നോ ഹൈഡ്രേറ്റ് ഇൻ ദിസ് ആഫ്റ്റർ ദിസ് പോയിന്റ്, ആഫ്റ്റർ സിക്ക് ശേഷം 32.4°C ശേഷം നമുക്ക്
എന്തില്ല, നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു ഫേസും ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും സോഡിയം സൾഫേറ്റും, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അൺഹൈഡ്രസ് എന്ന് പറയുന്നത്, അതായത് വാട്ടർ മോളിക്യൂൾസ് ഇല്ല. ഈ സോഡിയം സൾഫേറ്റും ലിക്വിഡും തമ്മിലുള്ള, അതായത് CE എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സോഡിയം സൾഫേറ്റ് അൺഹൈഡ്രസും ലിക്വിഡ് മെൽറ്റും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലാണ് അവിടെ നിൽക്കുന്നത്. ആ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റിനെ തന്നെ ഇക്വിലിബ്രിയത്തിന്, ലിക്വിഡ് മെൽറ്റിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും 3 - P = 3 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. എന്നാൽ നേരെ മറിച്ച് സിയിലോ, when we are going to see what could be the number of phases should be 3 there. അതായത് അവിടെ 3 ഫേസസ് ഉണ്ടായിരിക്കും. ഒന്ന് സോഡിയം സൾഫേറ്റ് 10H2O ഉണ്ടായിരിക്കും, രണ്ടാമത് ലിക്വിഡ് ഉണ്ടായിരിക്കും, ദെൻ സോഡിയം സൾഫേറ്റ് റോംബിക്കും ഉണ്ടായിരിക്കും. ഇവർ 3 പേരും ഉള്ളത് കൊണ്ട് 3 - 3 = അവിടെ നമുക്ക് 0 ആയിരിക്കും. അതായത് ദാറ്റ് ഈസ് ആൻ ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അറ്റ് സി. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഈസ് EF എന്ന് പറയുന്ന അടുത്തേക്ക് പോകുന്ന സമയത്ത് EF ഷുഡ് ബി സോഡിയം സൾഫേറ്റിൻ്റെ മോണോക്ലിനിക് ഫോമിലായിരിക്കും നമുക്ക് EF എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻ എ മോണോക്ലിനിക് ഫോമിലാണ് EF എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് അവിടേക്ക് എത്തുന്ന സമയത്ത് അതൊരു മോണോക്ലിനിക് ഫോമിലേക്ക് പോവുകയും അത് മോണോക്ലിനിക് ഫോമിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് ദ കർവ് ഫോർ ദ ഫേസ് ചേഞ്ച്, അതായത് ഫേസ് ചേഞ്ച് കർവാണ്, അല്ലെങ്കിൽ ഫേസ് ട്രാൻസിഷൻ കർവാണ്. അതായത് നമുക്ക് പറയാനായിട്ട് കർവ് ഫോർ റോംബോഹെഡ്രൽ കർവ് ഫോർ മോണോക്ലിനിക് സോഡിയം സൾഫേറ്റും ലിക്വിഡ് മെൽറ്റും തമ്മിലുള്ള കർവാണ് അതെന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്വിലിബ്രിയം കർവാണെന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് എഫ് എന്ന് പറയുന്ന പോയിന്റ്, നമുക്ക് ഒരു പോയിന്റ് Na2SO4ൻ്റെ F എന്ന് പറയുന്ന പോയിന്റിന് ശേഷം, അല്ലെങ്കിൽ ആ പോയിന്റ് റീച്ച് ചെയ്യപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 365°C നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഫേസസിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേപ്പർ ഫേസിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇൻകോൺഗ്രുവൻ്റ് മെൽറ്റിംഗ് പോയിൻ്റുള്ള F എന്ന് പറയുന്ന പോയിന്റിലും അല്ലെങ്കിൽ ഈ EF എന്ന് പറയുന്ന സ്ഥലത്തും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 - P = 3 - 2 = 1 എന്ന് പറയുന്ന ഒരു യൂണിവേരിയൻ്റ് സിസ്റ്റമാണെന്ന് കാണാനായിട്ട് സാധിക്കും. ദിസ് ഈസ് എ യൂണിവേരിയൻ്റ് സിസ്റ്റം. 365°C 365°C നമുക്ക് പറയാൻ സാധിക്കും ദിസ് ഈസ് എ ഇൻവേരിയൻ്റ് സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് മോണോക്ലിനിക്കും അതിൻ്റെ വേപ്പറും, നമ്മളിവിടെ വേപ്പറിനെ കുറിച്ച് പറയേണ്ടതെന്ന് നമ്മൾ പറഞ്ഞത്, പക്ഷേ നമ്മളിവിടെ പറയുന്നത് മോണോക്ലിനിക് ഫേസും വേപ്പർ ഫേസും അതുപോലെ തന്നെ നമ്മളുടെ ലിക്വിഡ് ഫേസും തമ്മിലുള്ള ഒരു 3 ഫേസ് സിസ്റ്റം ആയിരിക്കും. അവിടെ അതെന്ന് പറയുന്നത് അതിൻ്റെയും ഫേസ് എന്ന് പറയുന്നത് 3 - 3 = നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് കമ്മിങ് ടു ദ ഇയിലേക്ക് വരുന്ന സമയത്തോ, നമ്മൾ നേരത്തെ കണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇയിൽ നമുക്ക് 3 ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് മോണോക്ലിനിക് Na2SO4ഉം അതുപോലെ റോംബോഹെഡ്രൽ RNA2SO4ഉം ദെൻ നമുക്കറിയാൻ പറ്റും അവിടെ ലിക്വിഡ് മെൽറ്റും തമ്മിലുള്ള ഇക്വിലിബ്രിയത്തിലാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലും F എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് 0 ആണ്. അതായത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ദിസ് ഓൾസോ ഷുഡ് ബി ഇൻവേരിയൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഓൾസോ വൺ ഇൻവേരിയൻ്റ് ഏരിയ എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇൻവേരിയൻ്റ് പോയിന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ മേജർ തിങ്സ് അബൌട്ട് ദ സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇതിനെക്കുറിച്ചായിരുന്നു. നമ്മൾ ഫേസ് ഇക്വിലിബ്രിയയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് എന്താണ് ഫേസ് ഇക്വിലിബ്രിയ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് മീൻ ബൈ ഫേസസ് എന്താണ്, കമ്പോണൻസ് എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇക്വിലിബ്രിയ എന്താണ്, തെർമൽ ഇക്വിലിബ്രിയ, കെമിക്കൽ ഇക്വിലിബ്രിയ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയ, അങ്ങനെ 3 തരം ഇക്വിലിബ്രിയ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. വാട്ട് ഈസ് മീൻ ബൈ ഫേസ് റൂൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഫേസ് റൂൾ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുകയുണ്ടായി. ദെൻ ഫേസ് റൂൾ വെച്ചതിന് ശേഷം നമ്മളൊരു 1 കമ്പോണൻറ്റ് സിസ്റ്റം നമ്മൾ പഠിക്കാനായിട്ട്
ശ്രമിച്ചു. ഫേസ് റൂളിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫേസ് റൂൾ എങ്ങനെ സിസ്റ്റങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു വൺ കമ്പോണൻറ്റ് സിസ്റ്റം നമ്മളെടുത്തു. ആ വൺ കമ്പോണൻറ്റ് സിസ്റ്റം എടുത്ത സമയത്ത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നമ്മളെടുത്തത് വാട്ടറാണ്. രണ്ടാമത് നമ്മളെടുത്ത ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സൾഫറാണ്. സൾഫർ സിസ്റ്റം എടുത്തു. സൾഫർ സിസ്റ്റം എടുത്തതിന് ശേഷം നമ്മൾ സൾഫർ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടു കമ്പോണൻറ്റ് സിസ്റ്റം എടുത്തു. ടു കമ്പോണൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. ടു കമ്പോണൻറ്റ് സിസ്റ്റം ദാറ്റ് വിൽ നോട്ട് മിസിബിൾ, ടു കമ്പോണൻറ്റ് സിസ്റ്റംസ് വിത്ത് മിസിബിൾ വിത്ത് എ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് എൻകോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതിനകത്ത് യൂട്ടറ്റിക് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടു കമ്പോണൻറ്റ് വിത്തൗട്ട് മിക്സിങ് എന്ന് അല്ലെങ്കിൽ മിസിബിൾ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഒരു ജനറൽ ഡയഗ്രാം പറഞ്ഞു, നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ജനറലായിട്ട് വരുന്നതെന്നും ഫേസ് ഡയഗ്രത്തിനെ കുറിച്ചും അതിൻ്റെ കൂളിംഗ് കർവ് എന്നതിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. ദെൻ വി തിങ്ക് അബൌട്ട് ദ ലെഡ് സിൽവർ സിസ്റ്റം. ലെഡ് സിൽവർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ലെഡ് സിൽവർ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന പെറ്റിൻസൺസ് പ്രോസസ്സ് എന്ന് പറയുന്ന ഡീസിൽവറൈസേഷൻ ഓഫ് ലെഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടു കമ്പോണൻറ്റ് സിസ്റ്റം വിത്ത് കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എടുത്തു. ആൻഡ് ദാറ്റ് സിസ്റ്റം ഈസ് അതിൻ്റെ ഒരു ജനറലായിട്ടുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഫെറിക്ലോറൈഡ് വാട്ടർ സിസ്റ്റം നമ്മൾ എടുക്കുകയുണ്ടായി. ഫെറിക്ലോറൈഡ് വാട്ടർ സിസ്റ്റത്തിൻ്റെ നമ്മൾ അതിൻ്റെ ഫേസ് ഡയഗ്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. Then we are coming to the system with the incongruent melting point. That is incongruent melting point എന്ന് പറയുന്ന വേറൊരു പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പെരിടെക്റ്റിക് ഓർ മെറിടെക്റ്റിക് ടെമ്പറേച്ചർ എന്ന് നമ്മളിതിനെ അറിയപ്പെടാറുണ്ട്. ദെൻ ഇൻകോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സിസ്റ്റത്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് എക്സാമ്പിളായിട്ട് നമ്മളെടുത്തത് സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റമാണ്. സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റം എടുക്കുന്ന സമയത്ത് സോഡിയം സൾഫേറ്റ് വാട്ടർ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ഫേസസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതിനുശേഷം ആ സിസ്റ്റം ആ ഫേസ് ഡയഗ്രം നമ്മൾ വരച്ചു. ആ ഫേസ് ഡയഗ്രം വരച്ചതിന് ശേഷം ആ ഫേസ് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഈ ഫേസ് ഡയഗ്രങ്ങളാണ് പ്രധാനമായിട്ടും. ഫേസ് ഡയഗ്രാം, ഡെറിവേഷൻ, അതുപോലെ ഇക്വിലിബ്രിയ, ഫേസസ് എന്താ, കമ്പോണൻസ് എന്താ, ഫേസ് റൂൾ എന്താ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് സാധാരണഗതിയിൽ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ ഫേസ് ഡയഗ്രത്തിൻ്റെ കേസിൽ ഫേസ് ഡയഗ്രംസ് എല്ലാം വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് തന്നെ കൃത്യമായിട്ട് ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് തന്നെ ഭൂരിഭാഗവും മാർക്ക് ലഭിക്കും. അപ്പോൾ ഫേസ് ഡയഗ്രാം വരയ്ക്കാനായി പഠിക്കുക. ഓരോ ഫേസ് ഡയഗ്രാമും ഒരു പ്രാവശ്യം ഒരു ഫേസ് ഡയഗ്രാം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അതൊരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫേസ് ഡയഗ്രാംസ് എല്ലാം നമുക്ക് ഈസിയാണ്. നമുക്ക് എന്താണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മാത്രം മതിയാകും. If you have any doubts regarding phase equilibria and phase diagrams and other things that I have taught in your classes, that is chemical kinetics, regarding chemical kinetics too, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ you just contact me through my phone or email or through the Teams platform, whatever be the medium you can use, and I will clear your doubts if you have any. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. Okay, thank you for listening to me. Thank you. Best wishes for all of you.